ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡ് നഗരത്തിലൂടെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുപാളികൾക്കിടയിലൂടെ കാണുന്ന കെട്ടിടങ്ങൾ, റോഡിൻ്റെ ഇരുവശത്തും ഇല പൊഴിച്ച മരങ്ങൾ. ചായ കുടിക്കാത്ത ഞാൻ അവസാനം ചായ വരെ കുടിക്കേണ്ടി വന്നു. അത്രയും തണുപ്പാണ്. രാത്രിയിലെ തീന്മേശയാണിത്. ഡ്രൈവർ ബഹ്റൂമിൻ്റെ കൂടെ നല്ലൊരു സവാരിയായിരുന്നു. പക്ഷേ ലൊക്കേഷൻ മാറിപ്പോയി. എല്ലാവർക്കും ഉസ്ബെക്കിസ്ഥാനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. ഇത് നമ്മളിവിടെ എടുത്ത റൂമാണ് അല്ലേ? നമ്മൾ ഒന്ന് നല്ലൊരു ഇതിപ്പോൾ നമ്മളിവിടെ പരത്തിയതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, ചിപ്സ് ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ 4 ആളാണ് ഈ റൂമിലുള്ളത്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ബോംബെ വന്ന്, ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് താഷ്കെൻഡ്. ഇപ്പോൾ താഷ്കെൻഡിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് കേട്ടോ. അപ്പം യാത്ര ചെയ്യാനൊക്കെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ പുറപ്പെട്ടതാണ്. ഞാനുണ്ട് സുഹൃത്ത് ടോക്സിക്കൻ, മലയാളി മുഹമ്മദ് കാപ്പി ഉണ്ട്, ടോക്സിക്കൻ്റെ മറ്റൊരു ആൾ സലാമത്തുണ്ട്, പിന്നെ മുത്തുണ്ട്. ഞങ്ങൾ ഇത് ഈജിപ്തിക്ക് പോയിരുന്നു ഇതിൻ്റെ മുന്നേ. ആ വീഡിയോ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എപ്പോഴും കുറച്ച് വന്നിട്ടുള്ളൂ, ഇനി കുറേ വരാണ്ട്. അപ്പോൾ നമ്മളിന്ന് താഷ്കെൻഡിലെ കുറച്ച് എന്തൊക്കെ കാണാണ്ട് നോക്കാൻ പോകണേ. അപ്പോൾ നമുക്കും അറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിൽ. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് പോവാണ്. ഇതിപ്പോൾ അവിടെ പുറത്ത് എല്ലാ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് ബാത്റൂമാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ചാവി ഇവിടെ വെച്ച്, ചാവി എടുത്തോ? അതിൽ കാർഡാണേ. കാർഡ് ഇപ്പോൾ ഇവിടെ. അതാ കാർഡ്. ഇതാണ് റൂമിൻ്റെ കാർഡ്. ബാഗ് എടുക്കട്ടെ കേട്ടോ. ബാഗ് എടുക്കാം. ഇതാണ് നമ്മളെ ബാഗ്. ക്ലോസ് ചെയ്തോ, പോവാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ക്ലോസ് ചെയ്താലേ ലോക്കല്ലേ? ലോക്കാണ്. നല്ല വൃത്തി. അതൊരു പുതിയ ഹോട്ടലാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ഇവിടെ തല വരി റൂമാണ്. നല്ല ലൈറ്റുകളൊക്കെ വൻ സെറ്റപ്പിൽ ചെയ്ത റൂമാണ്. നല്ല വൃത്തിയുണ്ട്. പുതിയതാണ്. ഇവിടെ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഫസ്റ്റ് നമുക്കൊരു സിം എടുക്കണം. ഇത് റിസപ്ഷൻ ഏരിയയാണ്. ഇവിടെയും തന്നെ അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ ഓരോ രാജ്യത്തെ സമയങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. താഷ്കെൻഡ്, ഇസ്ലാമാബാദ്, ന്യൂഡൽഹി, മോസ്കോ, വാഷിങ്ടൺ, ബീജിംഗ്. ഇത് ഉസ്ബെക്കിസ്ഥാൻ ഭാഷയാണ് കേട്ടോ. എക്സിറ്റ് എന്നുള്ളതിന് ചിക്കിഷ് എന്നാണ്. ചിക്സ്. നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ ഇപ്പോൾ സമയം. എത്ര അറിയോ? ഇപ്പം നാട്ടിൽ 4:20. അപ്പോൾ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ സമയം 3:50 സമയം. നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് സിം എടുക്കാൻ പോവാം. സിം അവിടെ അല്ലേ? ഒരു സിം എടുക്കാം ഫസ്റ്റ്. ഉസ്ബെക്കിസ്ഥാൻ റോഡ് നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ് കേട്ടോ. എന്താ ചെയ്യുക, അത് വേസ്റ്റൊക്കെ ഇവിടെ ഒരു ചാക്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യണം. അത്രയും ക്ലീനാണ് ഇവിടെ. നമുക്ക് ഇങ്ങനത്തെ കച്ചറകളൊന്നും കാണാനില്ല. ഉൾഗ്രാമമാണ്. നമ്മൾ ഇപ്പോൾ സിറ്റിയിലേക്ക് ഇതുവരെ എത്തിയില്ല. ഒരു പഴയ മോഡൽ ലോറി ഉണ്ടല്ലോ അവിടെ. ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണം. ഇത് നമ്മൾ ഈജിപ്ത് പോയ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഇവരൊക്കെ അന്ന് വാങ്ങിയാണ്. ഞാനൊന്ന് വാങ്ങിയിരുന്നു. പക്ഷേ ഇത് നമ്മളൊരു സുഹൃത്ത് ബൈക്കുമ്പോൾ പോകുമ്പോഴേ ഉസ്താദാണ്. അപ്പോൾ ഷഫീഖ് സക്കാഫി പറയും മൊബൈൽ മദ്രസക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് പോയി. നമ്മളിപ്പോൾ അന്ന് പ്ലാൻ ഇല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് അതൊന്ന് വാങ്ങണം. അതില്ലാതെ നടക്കില്ല. സിം എടുക്കാം. അതാണ് മെയിൻ. സിം ഓട്ടിലേലും കുഴപ്പമില്ലേ, സിം വീട്ടിലേക്ക് ഇപ്പോൾ എന്തായിട്ട്. ഈ വീടൊക്കെ ഉണ്ടല്ലോ, എന്താ രസം. ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. കട്ടാണ്, ഇഷ്ടികൻ്റെ പോലത്തെ ഒരു കട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ അധികം കൺസ്ട്രക്ഷൻ നടക്കുന്നത് തോന്നുന്നുണ്ട്. കാരണം ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോവാണ്. ഈ ബിൽഡിങ്ങൊക്കെ ഏകദേശം ആ കട്ടനെ തോന്നുന്നുണ്ട്. അവിടെ ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഇഷ്ടികൻ്റെ പോലത്തെ ഈ ബിൽഡിംഗ് കണ്ടോ, എന്നിട്ട് പെയിൻ്റ് അടിച്ചിരിക്കണേ. ഇത് ഇവിടെ കറക്റ്റ് കാണാം നമുക്ക്. മരങ്ങളൊക്കെ ഇല പൊഴിച്ചിരിക്കണം കേട്ടോ. ഇത് ഐസാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടതാണ്. കണ്ട, അപ്പോൾ അത്രയ്ക്ക് തണുപ്പുണ്ട് നേരത്തെ. ഇതൊക്കെ ഐസാണ്. ഇത് എന്നാ പോരെ, സിം എടുക്കാം. വെള്ള കളറ് വേറെ. നമ്മൾ ഇത് സിമെൻറ്റാന്ന് വിചാരിച്ചു, പക്ഷേ അത് ചളി ഇങ്ങനെ ആയിട്ട് ഐസ് ആയിക്കണം. 1,90,000 സോമിനാണ് നമ്മൾ 2 സിം എടുത്തത്. 1,90,000 സോമിന്. നാട്ടിൽ ഏകദേശം 1,200 റുപ്യ. 80 GB ഒരു സിമ്മിൽ നെറ്റ് ഉള്ളത്. സിമ്മ് അത് നമുക്ക് ഇനി ഊബർ ബുക്ക് ചെയ്തിട്ട് പോകല്ലേ. യാൻഡെക്സ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് കേട്ടോ നമ്മളിവിടെ വണ്ടി ബുക്ക് ചെയ്യുക. വണ്ടി ബുക്ക് ചെയ്തിട്ട് വണ്ടി ഇപ്പോൾ വരും തോന്നുന്നുണ്ട്. ഏകദേശം ഒരു
6 മിനിറ്റ് കൊണ്ട് വണ്ടി വരും എന്നാണ് കാണിക്കുന്നത്. റോഡൊക്കെ ഉണ്ടല്ലേ, വൻ സെറ്റപ്പാണ്. വണ്ടി നമുക്ക് ഏകദേശം 14,000 സോമാണ് ഇപ്പോൾ നമ്മൾ പോണ സ്ഥലത്തേക്കുള്ള ഈ വണ്ടിൻ്റെ ചാർജ്. ടാക്സിക്ക് വളരെ ചീപ്പാണ്. നമുക്ക് നാട്ടിലത്തെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 100 രൂപയൊക്കെയാണ്. 4 ആൾക്ക് പോകാൻ 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കുറവാണ്. ഇവിടെ പെട്രോളിനൊക്കെ വില വളരെ കുറവായി കാര്യം. ഇത് ഷെവർലെൻ്റെ മാറ്റീസ് എന്ന് പറഞ്ഞൊരു കാറാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിലില്ല, പഴയ വണ്ടിയാണ്. എണ്ണ മീറ്ററൊന്നും ഓടണില്ല. ഞാൻ ആയിട്ടാണോ മീറ്റർ ഓടായിട്ടാണോ അറിയില്ല. ഇത് മാനുവലാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലൂടെ ഗംഭീരമായ യാത്ര നടത്താണ് 3 ആള്. ഏതോ ഒരു സിറ്റിയുടെ ഏതോ ഭാഗത്തേക്ക് എത്തിക്കണ്ടാണ്. അവിടെ കിയൻ്റെ ഒരു ഷോറൂമൊക്കെ കാണുന്നുണ്ട്. ഇത് ഉസ്ബെക്കിസ്ഥാനത്തെ ബസ്സാണത്. വലിയ ലോറികൾ ഇതാ. അവിടെ എന്തോ ഒരു മെയിൻ്റനൻസിൽ കുറേ ലോറി ഇതാ, ഇഷ്ടം പോലെ ലോറികൾ. ബഹ്റോം എന്നാണ് ഇയാളെ പേര്. ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, ഇംഗ്ലീഷ് അറിയില്ല. റഷ്യനും ഉസ്ബെക്കാണ് ഇവിടുത്തെ ഭാഷ. അപ്പം നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേയൊക്കെ അറബി ടച്ചുള്ള ഇസ്മേ എന്നൊക്കെ ചോദിച്ചാലാണ് പേര്. ഇസ്മേ ബഹ്റോം, അതായത് ഒരു അറബി ടച്ചിലാണ് പോവാ. സീറ്റ് ബെൽറ്റിനൊന്നും ഇവിടെ അത്ര ഒരു ഇതില്ല തോന്നുന്നുണ്ട്. ആ വണ്ടി എടുപ്പത് തരാം. ആ പച്ച ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാന നഗരമായ താഷ്കൻഡ് നഗരത്തിൻ്റെ ഒരു ഭാഗമാണിത്. താഷ്കൻഡ് നഗരം മധ്യകാലഘട്ടത്തിൽ ഷാഷ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ അങ്ങോട്ടെത്തുമ്പോൾ പറയാം. താഷ്കൻഡിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഹസ്തി ഇമാം കോംപ്ലക്സ്. അങ്ങോട്ട് ഇറങ്ങിയതാണ്, പക്ഷേ വഴി തെറ്റി ഞങ്ങൾ എത്തിപ്പെട്ടത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ്. ടൂറിസ്റ്റുകളെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു പാർക്കാണിത്. എല്ലാ സാധനങ്ങൾക്കും സാധാ കടകളെ അപേക്ഷിച്ച് ഇവിടെ വില വളരെ കൂടുതലാണ്. നമുക്ക് വണ്ടിക്ക് 19,500 സോമാണായത്. എന്നിട്ട് 500 സോമ പോലെ തിരിച്ചു വന്നു. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി. ഇത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിലിനുള്ളതായിക്കാരം, അറിയില്ല. ഭാഷ ഇംഗ്ലീഷില്ല, ഉസ്ബെക്കിസ്ഥാൻ ഭാഷയാണ്. ഇതൊരു ഈവനിങ് സമയത്താണ് കൂടുതൽ ഈ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. ഇവിടെ കുറേ എക്സ്പീരിയൻസ്, ഗൺ എക്സ്പീരിയൻസ്, അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചിത്രമൊക്കെ ഡ്രോയിങ് ഒക്കെ ചെയ്തു തരും. പിന്നെ ഫുഡ്, ബാസ്കറ്റ് ബോൾ, പിന്നെ കുട്ടികൾക്കുള്ള കുറേ ഇതൊക്കെ ഉള്ളൊരു പാർക്കാണ്. അപ്പോൾ ഇതിവിടെ കണ്ടൊരു മോഡലാണ്. ഡ്രം ഇങ്ങനെ പൊളിച്ചിട്ടാണ് ഈ ചെയറും അതിൻ്റെ ഈ മേശയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ ഇന്നേട്ടോ നോക്കണത്. ഞാൻ ഈ വെള്ള ഡ്രസ്സ് ഇട്ടിട്ടായി. ഞാനാണെങ്കിൽ ഈ സ്വെറ്റർ ഇട്ടിട്ടില്ല. എല്ലാവരും നോക്കുക. അപ്പോൾ ഈ ഇവിടെ തണുപ്പത്തെ എല്ലാവരും കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ മാത്രം എന്താണ് വെള്ളം ഇട്ടിരിക്കുന്നത് വെച്ചാൽ എല്ലാവരും നോക്കണം. കാഴ്ചകൾ ഒരുപാട് ഉണ്ട്. ബുക്ക് സ്റ്റാള്, ടോയ്സ്, ചായക്കട, ചിത്രം വരക്കാർ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഇതിലൂടെ വരുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുന്നത് ഞങ്ങളെയാണ്. തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും കറുത്ത വസ്ത്രങ്ങളും ഷൂ ഒക്കെ ധരിച്ചിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ ആളുകൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. എൻ്റെ കൂടെയുള്ള ആളുകൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ കോട്ട് ധരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കോട്ടൊന്നും ധരിച്ചിട്ടില്ല. വെള്ള വസ്ത്രം ധരിച്ച് കാലിൽ ചെരുപ്പ് മാത്രം ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉസ്ബെക്കിസ്ഥാൻ ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുന്നത്. അതുകൊണ്ട് എന്നെയാണ് എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത്. ഇത്രയും തണുത്തൊരു കാലാവസ്ഥയിലും കോട്ട് ധരിക്കാതെ ഷൂ ധരിക്കാതെ നടന്നു പോകുന്നത് കാണുമ്പോൾ അവർ എന്നെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് ഭാഷ തിരിയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അവർ പരസ്പരം ചിരിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ട്. സമയം സന്ധ്യയോടടുത്ത സമയത്ത് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തൊരു പള്ളി കണ്ടുപിടിച്ചു. നല്ല പ്രൗഢിയിലാണ് ഉസ്ബെക്കിസ്ഥാനിലെ പള്ളികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അകത്തെ പ്രൗഢിയും പുറത്തെ പ്രൗഢിയും രണ്ടും മനോഹരമായ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായ അലങ്കാരം, ലൈറ്റുകൾ, കാലിഗ്രാഫി, അങ്ങനെ പോകുന്നു പള്ളിയുടെ അലങ്കാരങ്ങൾ. ഉദ്ദേശിച്ച സ്ഥലമാണ് ഇതെന്ന് അവസാനമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഹസ്തി ഇമാം കോംപ്ലക്സിൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ നിസ്കരിക്കാൻ കയറിയ ഈ പള്ളിയുള്ളത്. പകൽ സമയത്ത് ഹസ്തി ഇമാം കോംപ്ലക്സ് ഒരുപാട് കാണാനുണ്ട്. കാഴ്ചകൾ പലതുമുണ്ട് ഇവിടെ. അത് നാളെ കാണാമെന്ന് കരുതി ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ ഭക്ഷണങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. ഹോട്ടൽ മെനുവിൽ നിന്ന് ഏകദേശം പരിചയമുള്ള കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. അരി വിഭവങ്ങൾ വളരെ കുറവാണ്. റൊട്ടിയാണ് പ്രധാനം. അതുതന്നെ പലതരത്തിലുള്ള റൊട്ടികളുണ്ട്. കൂടെ മാംസവും, ആട്, കോഴി,
ഉസ്ബെക്കിസ്ഥാനിലെ ആളുകൾ കഴിക്കുന്ന മാംസങ്ങളിൽ പെട്ടതാണ് കുതിര ഇറച്ചി. ഇവിടെ അത് വിൽക്കപ്പെടുന്ന ഒരുപാട് മാർക്കറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലെത്തി. തണുപ്പ് കാരണം കൂടുതൽ സമയം നമുക്ക് പുറത്ത് നിൽക്കാൻ കഴിയില്ല. രാവിലെ നേരത്തെ കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങാമെന്ന് കരുതി ഞങ്ങൾ വിശ്രമം തുടങ്ങി.